വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തെക്കുറിച്ച് ഇതേ പങ്ക്തിയിൽ ഏതാനും ആഴ്ച മുൻപ് എഴുതിയിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകളും സുപ്രീം കോടതിയുടെ നിലപാടുകളും സംബന്ധിച്ചായിരുന്നു ഇത്. ബീഹാർ മാതൃകയിൽ രാജ്യം മുഴുവൻ SIR നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ച സാഹചര്യത്തിലെ ആശങ്കയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി SIR തയ്യാറാക്കുമെന്നാണ് സൂചന. നടപടിക്രമത്തിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന വൃത്തങ്ങൾ പറയുമ്പോഴും വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നു. SIR കോടിക്കണക്കിന് പൗരന്മാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കുന്ന BJP തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢാലോചനയാണെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നു. ഇതിനെതിരായ ഒട്ടേറെ ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. തീവ്രപരിഷ്കരണം നടപ്പിലാക്കിയ ബീഹാറിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ BJPയുടെ വോട്ട് മോഷണത്തിന്റെയും ഒഴിവാക്കലിന്റെയും തെളിവുകളായി മാറുകയാണ്. ഹർജിയിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെങ്കിലും യോഗ്യരായ ഒരു പൗരനും പുറത്താകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നീതിപീഠത്തെ മാനിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടാകുമെന്ന് കരുതാനാകില്ല. പൗരത്വം തെളിയിക്കാനുള്ള രേഖ ആവശ്യപ്പെടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ലെന്നും ആധാർ ഒരു രേഖയായി പരിഗണിക്കണമെന്നും കൂടി കമ്മീഷനോട് 2 ആഴ്ച മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3-ാം തവണ കോടതി കർശനമായ താക്കീത് നൽകിയ ശേഷമാണ് ആധാർ രേഖയായി പരിഗണിക്കാൻ കമ്മീഷൻ തയ്യാറായത്. നിലവിലെ പട്ടികയിലുണ്ടായിരുന്ന 65 ലക്ഷം പേരെയാണ് ബീഹാറിൽ മുൻകാല പ്രാബല്യത്തോടെ പുതിയ പട്ടികയിൽ കാണാതാക്കിയത്. ഇതിൽ 35 ലക്ഷം പേർ ഉപജീവനം തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്നവരും സ്വന്തം ഗ്രാമങ്ങളിൽ മേൽവിലാസമുള്ളവരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ളവരുമാണ്. ഇവരുടെ പൗരത്വം സംശയാസ്പദമെന്നും പൗരത്വം തെളിയിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളിൽ ഒന്ന് വേണമെന്ന നിർബന്ധത്താലുമാണ് ഒഴിവാക്കപ്പെട്ടത്. എന്തിനാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന വോട്ടർമാരെ അറിയിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ല എന്ന വിചിത്രതയുമുണ്ട്. ഈ നിലപാട് പക്ഷേ സുപ്രീം കോടതി ദൂരെ വലിച്ചെറിഞ്ഞു. കമ്മീഷൻ ആവശ്യപ്പെട്ട രേഖകൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ശേഖരിക്കാൻ തനിക്ക് പോലും കഴിയില്ലെന്ന് ഒരു ജസ്റ്റിസ് തന്നെ പറഞ്ഞു. ഒഴിവാക്കപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങളും കാരണങ്ങളും ബൂത്ത് തിരിച്ചറിഞ്ഞ പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. വോട്ടർ പട്ടികയിലുള്ളവരെ പൗരന്മാരല്ലാതാക്കാനാണ് കമ്മീഷന്റെ ശ്രമമെന്നും വോട്ടവകാശം ഇല്ലാതാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത്. ഇതിനോട് സുപ്രീം കോടതി യോജിച്ചു. തുടർന്ന് പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് കോടതിയെ അറിയിക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മതിക്കേണ്ടി വന്നു. ബീഹാറിലെ പട്ടിക പരിഷ്കരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിടുക്കമാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തീവ്രപരിഷ്കരണം എന്തിനെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വേണ്ടത്ര സാവകാശം നൽകാതെ വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം ദേശവ്യാപകമാക്കാൻ ഒരുങ്ങുന്നത് കടുത്ത ആശങ്കയുയർത്തുന്നതാണ്. അടുത്ത വർഷം മെയ്യിലാണ് കേരളം, അസം, ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ചുരുങ്ങിയത് 6 മാസമെങ്കിലും പരിഷ്കരണം നടപ്പാക്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെ അടുത്ത മാസം വിജ്ഞാപനം ഇറക്കേണ്ടി വരും. ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെന്നാണ് കമ്മീഷൻ ബുധനാഴ്ച വിളിച്ച യോഗം സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ ഒക്ടോബറിൽ പ്രഖ്യാപനമുണ്ടാകാൻ ഇടയില്ല. വിജ്ഞാപനം ഇറങ്ങിയാൽ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്നതിന് 1 മാസവും കരട് പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാൻ വീണ്ടും 1 മാസവും അനുവദിക്കേണ്ടി വരും. അപ്പീലുകൾക്കുള്ള സാവകാശവും നൽകേണ്ടി വരും. എന്നാൽ ബീഹാർ മാതൃകയിൽ യജമാനന്മാർക്ക് വേണ്ടി ധൃതി പിടിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമോ എന്നത് കണ്ടറിയണം. ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറിയവരെ പുറത്താക്കാനാണ് ബീഹാറിലെ SIR എന്നാണ് BJP കേന്ദ്രഭരണ ഗോദി മീഡിയ സഖ്യത്തിന്റെ പ്രചരണം. അങ്ങനെയെങ്കിൽ മിനി പാകിസ്ഥാൻ എന്ന് സംഘപരിവാർ നിരന്തരം അവഹേളിക്കുന്ന കേരളത്തിൽ ആരെയായിരിക്കും ലക്ഷ്യം വെക്കുക എന്നതും കരുതിയിരിക്കേണ്ടതാണ്. ജനാധിപത്യത്തെ നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗരൂകരായിരിക്കണം.